Hello students, welcome back to EJO Plus Academy. ഇന്ന് നമ്മൾ പ്ലസ് ടുവിൻ്റെ ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 8 സ്റ്റാഫിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിസിനസ് സ്റ്റാഫിൻ്റെ പ്രോസസ്സായിട്ടുള്ള ഒരു 7 പ്രോസസ്സോളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കിയുള്ളൊരു 3 പ്രോസസ്സും കൂടി അതിൻ്റെ മെത്തേഡ്സും കാര്യങ്ങളുമാണ് ഇന്നത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ചാപ്റ്ററിലോട്ട് കിടക്കാം. നമ്മുടെ ലാസ്റ്റ് നമ്മൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സായിരുന്നു എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അറിവും അതിൻ്റെ വൈദഗ്ധ്യവും കഴിവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയാണ് പരിശീലനം അഥവാ ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഒരു ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ടും ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടും അവിടുത്തെ എംപ്ലോയീസിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ്സ് നോക്കാം. മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. ഫസ്റ്റ് വൺ ഓൺ ദി ജോബ് ട്രെയിനിങ് ആൻഡ് സെക്കൻഡ് വൺ ഓഫ് ദി ജോബ് മെത്തേഡ്സ്. ആദ്യം നമുക്ക് ഓൺ ദി ജോബ് ട്രെയിനിങ് എന്താണെന്ന് നോക്കാം. ജോലി സ്ഥലത്ത് വച്ച് തന്നെ പരിശീലനം നൽകുന്നതിനെയാണ് ഓൺ ദി ജോബ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. തൊഴിലാളിക്ക് യഥാർത്ഥ ജോലി സാഹചര്യത്തിൽ ഒരു സൂപ്പർവൈസറുടെ കീഴിൽ ജോലി പഠിക്കാൻ കഴിയും. ജോബ് റൊട്ടേഷൻ, സീനിയേഴ്സിൻ്റെ അസിസ്റ്റൻ്റ് ആവുക, ടെമ്പററി പ്രൊമോഷൻ തുടങ്ങിയവ ഇതിൽപ്പെടും. അപ്പോൾ ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആ ഒരു ഓർഗനൈസേഷൻ ആ ഒരു ജോലി സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ജോലി ചെയ്യിപ്പിച്ച് പരിശീലനം നൽകുന്നതിനെയാണ് ഓൺ ദി ജോബ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫേമിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും അവർക്ക് ആ ഒരു ജോലി പരിശീലനം കൊടുക്കുന്നത്. അതാണ് ഓൺ ദി ജോബ് ട്രെയിനിങ്. നെക്സ്റ്റ് ഓഫ് ദി ജോബ് മെത്തേഡ്സ്. ഓഫ് ദി ജോബ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ ജോലി സ്ഥലത്തിന് പുറത്ത് വെച്ച് ജീവനക്കാർക്ക് നൽകുന്ന പരിശീലനത്തിനെയാണ് ഓഫ് ദി ജോബ് മെത്തേഡ് എന്ന് പറയുന്നത്. പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ ഉൽപ്പാദനവും സ്ഥാപനത്തിന് ലഭിക്കുന്നില്ല. ക്ലാസ് റൂം, ലെക്ചർ റൂം, കോൺഫറൻസ്, ഫിലിം, ടെലിവിഷൻ പ്രദർശനം തുടങ്ങിയവ ഇതിൽ വരുന്നു. അപ്പോൾ ഓഫ് ദി ജോബ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ ജോലി ചെയ്യിപ്പിക്കാതെ, യഥാർത്ഥ ജോലി സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യിപ്പിക്കാതെ പരിശീലനം നൽകുന്നതാണ് ഓഫ് ദി ജോബ് എന്ന് പറയുന്നത്. ഓഫ് ദി ജോബ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ഫേമിലോ ആ ഒരു ഓർഗനൈസേഷനിൽ വെച്ചിട്ടല്ലാതെ പുറത്ത് വെച്ചിട്ട് ഒന്നെങ്കിൽ ക്ലാസ് റൂം ഓൺലൈൻ വഴിയോ ക്ലാസ് റൂമോ ലെക്ചർ റൂമോ കോൺഫറൻസ് റൂമിലോ കോൺഫറൻസ് ആയിട്ടോ ഫിലിം ടെലിവിഷനിലൂടെയോ ഒക്കെ പ്രദർശനം നടത്തുന്നതും അതുപോലെ തന്നെ ഈ ഒരു ഇത്തരത്തിലുള്ള പ്രാക്ടിക്കലായിട്ടുള്ളൊരു ട്രെയിനിങ് പീരീഡ് അവർക്ക് കൊടുക്കാതെ ഔട്ട് ഓഫ് ദി ഓർഗനൈസേഷനിൽ വെച്ചിട്ട് നടത്തുന്നതാണ് ഓഫ് ദി ജോബ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓഫ് ദി ജോബ് ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ എന്താണ്? ആ ഒരു ഓർഗനൈസേഷന് യാതൊരു ഔട്ട്പുട്ടും കമ്പനിക്ക് ലഭിക്കുന്നില്ല. അതാണ് ആ ഒരു ഇത്. നമുക്ക് ഇപ്പോൾ ട്രെയിനിങ് ഇപ്പോൾ വിത്തിൻ അതിൽ ഓർഗനൈസേഷനിലാണെങ്കിൽ എന്താണ് അവർക്ക് ആ ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ലഭിക്കുന്നുണ്ട് ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ. പക്ഷേ ഓഫ് ദി ജോബ് മെത്തേഡ്സിൽ അവർക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ ഔട്ട്പുട്ടും കാര്യങ്ങളും ലഭിക്കുന്നില്ല. ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നോക്കാം. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാങ്കേതിക വൈദഗ്ധ്യം വളർത്തുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് സാങ്കേതിക ജോലിക്കാർക്ക് അനുയോജ്യം. നെക്സ്റ്റ് വൺ ഒരു നിശ്ചിത കാലത്തേക്കുള്ളത്. നെക്സ്റ്റ് ജീവനക്കാരെ അവരുടെ ജോലി നിർവഹിക്കാൻ പ്രാപ്തരാക്കുന്നു. ലാസ്റ്റ് വൺ പരിമിതമാണ്. ഇനി ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. മാനുഷികവും ആശയപരവുമായ വൈദഗ്ധ്യം വളർത്തുന്നു. അപ്പം ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് എന്ന് പറയുന്നത് തന്നെ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു ട്രെയിനിങ് പീരീഡിലൂടെ കൊടുക്കുന്നത്. ആ ഒരു ടെക്നിക്കൽ സൈഡ് മാത്രമാണ് ആ ഒരു ഡെവലപ്മെൻറ്റ് അവർക്ക് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു ത്രൂ ഡെവലപ്മെൻറ്റ് അവർക്ക് എന്താണ്? മാനുഷികവും ആശയപരവുമായ വൈദഗ്ധ്യം വളർത്തുന്നു. അവർക്ക് മൊത്തത്തിലുള്ള ഓവറോൾ ഡെവലപ്മെൻറ്റ് ആണ്. പേഴ്സണാലിറ്റി ആണെങ്കിലും അവരുടെ മെൻ്റലി ആണെങ്കിലും എല്ലാം ഉള്ളൊരു ഡെവലപ്മെൻറ്റ് അവർക്ക് ഡെവലപ്മെൻറ്റിലൂടെ വരുന്നുണ്ട്. നെക്സ്റ്റ് മാനേജീരിയൽ വിഭാഗത്തിന് അനുയോജ്യം. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടുതലും മാനേജേഴ്സിനൊക്കെയാണ് കൂടുതലും അത് അനുയോജ്യമായിട്ടുള്ളത്. അവർക്ക് ട്രെയിനിങ് എന്ന് പറയുന്നത് സാങ്കേതിക ജോലിക്കാർക്കാണ് അനുയോജ്യം. ഈ ടെക്കിയസിനും അതുപോലെ ഈ ഒരു ടെക്നോളജിയായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു ട്രെയിനിങ് എന്ന് വെച്ചാൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ കൂടുതലും നല്ലത്. പക്ഷേ ഈ ഒരു ഡെവലപ്മെൻറ്റിലൂടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാനേജീരിയൽ വിഭാഗത്തിന് എന്താണ് അവരുടെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അതുപോലെ എങ്ങനെ ബിഹേവ് ചെയ്യണം ഒരു ഓർഗനൈസേഷനിൽ അവരുടെ എംപ്ലോയീസിനോട് കൊളീഗ്സിനോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം അതുപോലെ ആ ഒരു അച്ചടക്കപരമായിട്ടുള്ള ഒരു രീതി അവർക്കൊരു ക്യാരക്ടറും
ആ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു മാനേജീരിയൽ വിഭാഗത്തിന് അനുയോജ്യമാണ്. അതാണ് ഈ ഒരു ഡെവലപ്മെൻറ്റിലൂടെ മൊത്തത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിക്ക് തന്നെയാണ് മാറ്റം വരുന്നത്. നെക്സ്റ്റ് ട്രെയിനിങ്. ഒരു നിശ്ചിത കാലത്തേക്കുള്ളതാണ് ഈ ഒരു ട്രെയിനിങ് പീരീഡ് പറഞ്ഞിട്ട് 3 മാസം 6 മാസമൊക്കെ ഒരു ട്രെയിനിങ് പീരീഡ്. പക്ഷേ നേരെ മറിച്ച് ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ ഒരു ദീർഘകാലത്തേക്കുള്ളതാണ്. നമ്മൾ കുറച്ചൊരു കാര്യത്തിൽ ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പോൾ ഏതൊരു കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ദീർഘകാലം നമ്മുടെ കാര്യത്തിൽ ഉണ്ടാവും. നമ്മളൊരു ഇപ്പോൾ ഒരു ഫേമിനെ സംബന്ധിച്ചിട്ട് ആ ഒരു അവിടുത്തെ ഹെഡുകൾ ഉണ്ടാവില്ലേ, മാനേജേഴ്സിനും കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ അടുത്ത് എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി, അതെങ്ങനെയൊക്കെയാണ് അതൊക്കെ പഠിച്ചെടുക്കുന്നതൊക്കെ നമ്മുടെ ഓവറോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഡെവലപ്മെൻറ്റിലൂടെ ഉണ്ടാവുക. നെക്സ്റ്റ്, കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുന്ന. ത്രൂ ഡെവലപ്മെൻറ്റ് നമുക്ക് കൂടുതൽ റെസ്പോൺസിബിൾ ആവാൻ കഴിയുന്നുണ്ട്. അത് നമ്മുടെ ഒരു മുതൽക്കൂട്ടാണ്. അപ്പോൾ മാനേജേഴ്സിനെ സംബന്ധിച്ചിട്ടും ഏതൊരാൾക്ക് സംബന്ധിച്ചിട്ടും കൂടുതൽ ഡെവലപ്മെൻറ്റിലൂടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാക്കുന്നുണ്ട് ഡെവലപ്മെൻറ്റ്. വിശാലമാണ്. നെക്സ്റ്റ് വൺ വിശാലമാണ് എന്ന് വെച്ചാൽ വൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡെവലപ്മെൻറ്റ്. ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നിശ്ചിത പരിധിക്കുള്ളിൽ തീർന്നു പോകുന്ന ഒരു പ്രോഗ്രാമാണ്. നേരെ മറിച്ച് ഡെവലപ്മെൻറ്റ് വളരെ വൈഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് ലൈഫ് ലോങ് ഡെവലപ്മെൻറ്റ് നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മളൊരു കാര്യത്തിൽ ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഈ ഒരു ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് വൺ 8ാമത്തെ സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തികൾ നിർവഹിക്കുന്നതിന് തൊഴിലാളിക്ക് ഉണ്ടായിരിക്കേണ്ട കഴിവുകൾ വിലയിരുത്തുന്നതിനുള്ള വ്യവസ്ഥാപിതവും വസ്തുനിഷ്ഠവുമായ മാർഗമാണ് നിർവഹണ മൂല്യനിർണ്ണയം അഥവാ പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു തൊഴിലാളിക്ക്, ആ ഒരു എംപ്ലോയിക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലും അതിനെ നമ്മൾ വിലയിരുത്തുന്നതിനുള്ള ഒരു മാർഗം ഒരു കാര്യമാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തൊഴിലുടമ ജീവനക്കാരുടെ സേവനത്തിന് പ്രതിഫലമായി നൽകുന്ന വേതനം, ശമ്പളം, അലവൻസ്, അതുപോലെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയാണ് വേതനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാനേജർ അവരുടെ എംപ്ലോയീസിന് അവർ ചെയ്യുന്ന സർവീസസിന് കൊടുക്കുന്ന ഒരു നിശ്ചിതമായ ഒരു തുകയാണ് വേതനം അല്ലെങ്കിൽ ശമ്പളം അല്ലെങ്കിൽ അലവൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മോണിറ്ററി ടേംസിലുള്ള കാര്യമാണ് കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോമ്പൻസേഷനെ രണ്ടായിട്ട് തരംതിരിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ബേസിക് പ്രൈമറി കോമ്പൻസേഷൻ, പ്രാഥമിക വേതനം. നെക്സ്റ്റ് സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ, അനുബന്ധ വേതനം. അപ്പോൾ ബേസിക് പ്രൈമറി കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ജീവനക്കാർക്ക് നൽകുന്ന കൂലി, ശമ്പളം, അലവൻസ് എന്നിവ ഇതിൽ പെടുന്നു. അതൊരു നിശ്ചിത തുകയാണ്. ഒരു ജോലി ചെയ്യാൻ ജീവനക്കാരൻ ചെലവഴിച്ച സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർണ്ണയിക്കുക. അപ്പം ബേസിക്കായിട്ട് കിട്ടുന്ന ഒരു കോമ്പൻസേഷൻ അത് എല്ലാവർക്കും ജോലിക്ക് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവർ ആ ജോലി ചെയ്യാൻ ചെലവഴിച്ചൊരു സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കുക. അപ്പോൾ ഒരു 7 മണി മുതൽ വൈകിട്ട് ഒരു 4 മണി വരെ പണി ചെയ്ത ആൾക്കാർക്ക് ആ ഒരു കൂലിപ്പണിയാണെങ്കിൽ എത്ര നേരം അവർ ജോലി ചെയ്തു, ആ ഒരു വർക്കിംഗ് ഹവേഴ്സ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ടാണ് അവർക്ക് ആ ഒരു ദിവസത്തെ കൂലിയായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ളൊരു പ്രൈമറി കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ അനുബന്ധ വേതനം. കൂടുതൽ കാര്യക്ഷമമായി പണിയെടുക്കാൻ ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നതിനായി നൽകുന്നതാണ് അനുബന്ധ വേതനം. ബോണസ്, കമ്മീഷൻ, ലാഭം പങ്കിടൽ തുടങ്ങിയ പ്രോത്സാഹന വേതനങ്ങളും സൗജന്യ യാത്രാ സൗകര്യം, കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം, ചികിത്സാ സഹായം, അവധിക്കാല യാത്രാ സൗജന്യം, പലിശരഹിത വായ്പ തുടങ്ങിയ ആനുകൂല്യങ്ങളും ഇതിൽപ്പെടും. അപ്പോൾ എന്താണ് സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ എന്ന് പറയുന്നത്? ഒരു ജോലി ചെയ്യുന്ന ഈ ഒരു എംപ്ലോയീസിന് മാനേജേഴ്സ് കൊടുക്കുന്ന എക്സ്ട്രാ ആയിട്ടുള്ളൊരു മോണിറ്ററി ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഇതുപോലെ ചികിത്സാ സഹായം ആയിക്കോട്ടെ, അതുപോലെ പലിശരഹിത വായ്പ, ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ ക്യാഷ് ക്രെഡിറ്റിന് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ പ്രത്യേകിച്ച് അവർക്ക് എന്ത് ഉദ്ദേശത്തോടെയാണ് ഒരു മോട്ടിവേഷൻ, ആ എംപ്ലോയീസിന് കൂടുതൽ പ്രൊഡക്റ്റീവായി ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ ആയിട്ടാണ് ഈ ഒരു സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് അവർ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോണസ്, കമ്മീഷൻ, അതുപോലെ ലാഭം പങ്കിടൽ, അവരൊരു ചെറിയൊരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അവർക്ക് ചെറിയൊരു എമൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങളായിട്ടോ അവർക്ക് ഷെയർ ചെയ്യുന്നത്.
അത് അവരുടെ ഒരു കാര്യങ്ങൾ എന്താണ്, കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യാനാണ് അവർ എംപ്ലോയീസിനെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു ബോണസിലൂടെയും കമ്മീഷനിലൂടെയും പ്രോഫിറ്റ് ഷെയറിങ്ങിലൂടെയും സൗജന്യ യാത്രാ സൗകര്യം, അതുപോലെ ഫുഡ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ അവർക്ക് കൂടുതൽ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, പ്രമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. പ്രമോഷൻ ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജീവനക്കാരെ കൂടുതൽ ഉത്തരവാദിത്വമുള്ള സ്ഥാപനങ്ങളിൽ നിയമിക്കുന്നതിന് പ്രമോഷൻ എന്നും സ്ഥാപനത്തിലെ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് ജീവനക്കാരെ മാറ്റി നിയമിക്കുന്നതിന് ട്രാൻസ്ഫർ എന്നും പറയുന്നു. അപ്പം ജീവനക്കാരെ കൂടുതൽ ഉത്തരവാദിത്വമുള്ള സ്ഥാപനങ്ങളിൽ നിയമിക്കുന്നതിന് പ്രമോഷൻ എന്നാണ് പറയുക. അപ്പോൾ നമുക്കറിയാം, ഒരു പോസ്റ്റിൽ നിന്ന് കുറച്ചും കൂടി ഹയർ പോസ്റ്റിലോട്ട് അവർ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രമോഷനിലൂടെ. അതൊന്നെങ്കിൽ നമുക്ക് എന്താണ്, വിത്തിൻ ദി ഓർഗനൈസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊമോഷനായിട്ട് വേറൊരു ഓർഗനൈസേഷനിലോട്ടും പോകും. കൂടുതൽ ഹയർ പോസ്റ്റിലേക്ക്, കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പോസ്റ്റിലോട്ട് അവരെ നിയമിക്കുന്നതാണ്. അപ്പോൾ അവരുടെ സ്റ്റാറ്റസും അതിനോടൊപ്പം തന്നെ വർദ്ധിക്കുന്നുണ്ട്. നേരെ മറിച്ച് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥാപനത്തിലെ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് ജീവനക്കാരെ മാറ്റി നിയമിക്കുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുക. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വേറൊരു ഓർഗനൈസേഷനിലേക്കോ, ഒരു ഓർഗനൈസേഷൻ്റെ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്കോ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അവരെ മാറ്റം വരുത്തുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അതുപോലെ റിക്രൂട്ട്മെൻറ്റിനെ കുറച്ച് ഡൗട്ട് സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്റ്റാഫിൻ്റെ പ്രോസസ്സിലെ എത്രാമത്തെ ഫംഗ്ഷനായിരുന്നു റിക്രൂട്ട്മെൻറ്റ്? മൂന്നാമത്തെ ഫംഗ്ഷനാണ്, മൂന്നാമത്തെ പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, HR മാനേജർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു HR മാനേജർ ആയിരിക്കും ആ ഒരു ജോലി, ആ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ എത്രയൊക്കെ ആളുകളെ ആവശ്യമുണ്ട്, അത് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ആ ജോലിക്ക് ആവശ്യമുള്ള ആൾക്കാരെ നമ്മൾ എടുക്കേണ്ടത്, അപ്പോൾ അതൊക്കെ അവരെന്താണ്, അപ്പോൾ ഈ ഒരു പോസ്റ്റ് എത്രയൊക്കെ വേക്കൻസീസ് ഉണ്ട്, ഏതൊക്കെ ജോലിക്ക് ഏതൊക്കെ ആൾക്കാരെ ആവശ്യമുണ്ടെന്നൊക്കെ അവരൊന്ന് അനലൈസ് ചെയ്യും. എന്നിട്ട് ആവശ്യമുള്ള ആളെ കണ്ടെത്തിയ ശേഷം എന്താണ് ചെയ്യുക, അവരെങ്ങനെയൊക്കെ ആ ഒരു ജോലിയിലേക്ക് എടുക്കണമെന്ന് അവർ സോഴ്സസ്, അവർ ഓരോ റിക്രൂട്ട്മെൻറ്റ് സോഴ്സസ് അല്ലേ, എക്സ്റ്റേണൽ സോഴ്സസും ഉണ്ട്, ഇൻറ്റേർണൽ സോഴ്സസും ഉണ്ട്. അപ്പോൾ അവരെങ്ങനെയൊക്കെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ സോഴ്സസും ഉണ്ട്, അതിന് എക്സ്റ്റേണൽ സോഴ്സസും ഉണ്ട്. പിന്നെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സ്റ്റാഫിങ്ങിൻ്റെ നാലാമത്തെ ഫംഗ്ഷനായിരുന്നു സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു പൂള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്തിന്, റിക്രൂട്ട്മെൻറ്റിലൂടെ കുറേ ആൾക്കാരുടെ ആപ്ലിക്കേഷൻസ് നമുക്ക് വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ആ ഒരു സെലക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 10 പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയായിരുന്നു? മാൻ പവർ പ്ലാനിങ്, ജോബ് അനാലിസിസ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ഇൻഡക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് 2 മെത്തേഡാണ്, ഓൺ ദി ജോബ് മെത്തേഡ്സും ഓഫ് ദി ജോബ് മെത്തേഡ്സും. ഓൺ ദി ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദി ജോബ് മെത്തേഡ്സ്. പിന്നെ പെർഫോമൻസ് അപ്രൈസൽ. നെക്സ്റ്റ് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ്റെ 2 മെത്തേഡ്സ് ആയിരുന്നു, എന്താണ്, പ്രൈമറി കോമ്പൻസേഷനും ഉണ്ട്, സപ്ലിമെൻ്ററി കോമ്പൻസേഷനും ഉണ്ട്. ലാസ്റ്റ് വൺ പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്? ഓപ്ഷൻ എ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, ഓപ്ഷൻ ബി പ്രമോഷൻ, ഓപ്ഷൻ സി കാഷ്വൽ കോളേഴ്സ്. ആൻസർ ഓപ്ഷൻ ബി. എക്സ്റ്റേണൽ സോഴ്സസ് അല്ലാത്തത് എന്തായിരുന്നു? പ്രമോഷൻ. പ്രമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോസ്റ്റിൽ നിന്ന് വേറൊരു പോസ്റ്റിലോട്ട് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ട് ഹയർ ചെയ്യുന്നതായിരുന്നു പ്രമോഷൻ. നേരെ മറിച്ച് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റും കാഷ്വൽ കോളേഴ്സും എന്താണ്, എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് ആണ്. അപ്പം എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് അല്ലാത്ത ആണ് ചോദിച്ചത്, പ്രമോഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്? ഓപ്ഷൻ എ ട്രാൻസ്ഫർ, ഓപ്ഷൻ ബി അഡ്വർടൈസിംഗ് ഓൺ ടെലിവിഷൻ, ഓപ്ഷൻ സി ലേബർ കോൺട്രാക്ടേഴ്സ്. ആൻസർ ഓപ്ഷൻ എ, ട്രാൻസ്ഫർ. അപ്പോൾ ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ, ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റം വരുത്തുന്നത്, അതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ട്രാൻസ്ഫർ ഒരു ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, which is the process of management which is concerned with the obtaining, utilizing and maintaining a satisfactory and satisfied workforce? Option A planning, option B staffing, option C organizing. Answer option B staffing. അപ്പോൾ സ്റ്റാഫിങ് എന്തായിരുന്നു?
ഒരു ജോലിക്ക് വേണ്ട ആളെ നമ്മൾ എന്താണ് റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം, ശരിയായ ജോലിക്ക് ശരിയായ സമയത്ത് ശരിയായ ആളെ നമ്മൾ കണ്ടെത്തുന്നതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ് വിച്ച് കൺസേൺ വിത്ത് ഒബ്റ്റെയിനിങ്, യൂട്ടിലൈസിങ് ആൻഡ് മെയിൻറ്റെയിനിങ് എ സാറ്റിസ്ഫാക്ടറി ആൻഡ് സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ് ആണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, this analysis would enable an assessment of the number and types of human resources necessary for the performance of various jobs and accomplishment of organizational objectives. Option A, break-even analysis. Option B, workforce analysis. Option C, workload analysis. Answer option B, workforce analysis ആണ്. Next question, it refers to the process of searching for prospective employees and stimulating them to apply for jobs in the organization. Is option A, selection. Option B, orientation. Option C, recruitment. ആൻസർ ഓപ്ഷൻ സി, റിക്രൂട്ട്മെൻറ്റ് ആണ്. നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ആളുകളെ ഒരു ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കാര്യമാണ് റിക്രൂട്ട്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ഫ്രം ദ പൂൾ ഓഫ് ദ പ്രോസ്പെക്റ്റീവ് ജോബ് കാൻഡിഡേറ്റ്സ് ഡെവലപ്ഡ് അറ്റ് ദ സ്റ്റേജ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഓപ്ഷൻ എ സെലക്ഷൻ, ഓപ്ഷൻ ബി ട്രെയിനിങ്, ഓപ്ഷൻ സി റിക്രൂട്ട്മെൻറ്റ്. സെലക്ഷൻ ആണ് നമ്മൾ കാൻഡിഡേറ്റ്സിനെ ആ ഒരു നമ്മൾ പൂൾ ക്രിയേറ്റ് ചെയ്തതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ത്രൂ റിക്രൂട്ട്മെൻറ്റ്, ആ ഒരു സ്റ്റേജ് റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതാണ് നമ്മൾ സെലക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is the process of introducing the selected employee to other employees and familiarizing him with the roles and policies of the organization. Option A, orientation. Option B, selection. Option C, training. ആൻസർ ഓപ്ഷൻ എ, ഓറിയൻറ്റേഷൻ പീരീഡിലാണ്. ഓറിയൻറ്റേഷനിലാണ് നമ്മൾ എന്താണ് നമ്മുടെ ജോബ് റോളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും അതുപോലെ മറ്റുള്ളവരെ ഫെമിലറൈസ് ആവുന്നതും മറ്റുള്ള കൊളീഗ്സിനെയും അതുപോലെ അവരുടെ റോൾസും അവരുടെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പോളിസീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ആ ഒരു ഓറിയൻറ്റേഷൻ ടൈമിലാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രമോഷൻ ലീഡ്സ് ടു ഓപ്ഷൻ എ ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ടു എ ഹയർ പൊസിഷൻ. ഓപ്ഷൻ ബി entrusting higher responsibilities. ഓപ്ഷൻ സി ഇൻക്രീസിങ് സ്റ്റാറ്റസ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ആൻസർ ഓൾ ഓഫ് ദി എബവ് ആണ്, ഓപ്ഷൻ ഡി ആണ്. എന്ന് വെച്ചാൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എംപ്ലോയിനെ എന്തൊരു ഹയർ പൊസിഷനിലേക്ക് മാറ്റുന്നത്, അതുപോലെ ഹയർ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതുപോലെ സ്റ്റാറ്റസും ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രമോഷൻ. ഈ 3 സംഭവമുണ്ട്, അതാണ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.